സാറെ സന്യാസിനി എന്ന പാട്ടിന്റെ പുറകിലുള്ള കഥ എന്താണെന്ന് പറഞ്ഞില്ല. ഞാനുണ്ടാക്കിയ കഥയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കഥ. എന്നുവെച്ചാൽ അച്ഛൻ 2 കല്യാണം കഴിച്ചു. ആദ്യത്തെ അമ്മയുടെ ചേച്ചിയെ കല്യാണം കഴിച്ചത്. 9 കൊല്ലം അവർ ഒരുമിച്ച് കഴിഞ്ഞു. കുഞ്ഞുങ്ങളുണ്ടായില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കത്തില്ല. ഏറ്റവും പ്രധാനം അത് കഴിഞ്ഞ് അമ്മയുടെ അനിയത്തിയായ ഇപ്പോഴത്തെ ഞങ്ങൾ അമ്മയെന്നാണ് വിളിക്കുന്നത് മരിക്കുന്നവരെ. അമ്മയുടെ അനിയത്തിയായ ഇപ്പോഴത്തെ ഭാരതി രാമവർമ്മയെ അച്ഛൻ കല്യാണം കഴിച്ചു. 4 പിള്ളേരുണ്ടായി. പക്ഷെ ഞാൻ ആലോചിച്ചു, അമ്മ പറയും, ഞങ്ങളുടെ അമ്മ പറയും, നീ ഒരിക്കലും വല്യമ്മയെന്ന് വിളിക്കരുത്, നിങ്ങൾ അമ്മയെന്ന് തന്നെ വിളിക്കണം. ആ സ്വാതന്ത്ര്യം. അപ്പം ഞാനിങ്ങനെ ഒരു ദൂരദർശനിൽ, അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ, ഒരു ചിത്രഗീതത്തിനകത്ത് ഞാനൊരു കഥയുണ്ടാക്കി. വല്യമ്മ ഇങ്ങനെ 9 കൊല്ലമായിട്ട് മാറിയെന്ന്. പക്ഷേ വല്യമ്മയെക്കുറിച്ച് അച്ഛൻ എഴുതിയ പാട്ടാണ് സന്യാസിനി. കാര്യം അത് കഴിഞ്ഞ് വല്യമ്മ കല്യാണം കഴിച്ചില്ല, സന്യാസിനെ പോലെ കഴിയായിരുന്നു. അപ്പോൾ എനിക്ക് അന്നേരത്തെ എൻ്റെ കുസൃത്തരത്തിന് അത് നല്ലതെന്ന് തോന്നി. പുണ്യാശ്രമത്തിൽ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു വല്യമ്മ. അമ്മ തന്നെ സമ്മതിക്കുമായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ടും ഞങ്ങൾ ജനിച്ചിട്ടും വല്യമ്മ ഇപ്പോൾ ഇടയ്ക്ക് കണ്ടോളൂ. കാര്യം അച്ഛൻ്റെ രചനകളെ ഇഷ്ടപ്പെടുന്ന ആൾ വല്യമ്മയായിരുന്നു അമ്മയെക്കാൾ. അമ്മയ്ക്ക് അച്ഛൻ്റെ രചനകൾ നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഞങ്ങൾ നാളെ ഇതിനെ ചുമക്കണ്ടേ, അപ്പോൾ പാട്ട് നോക്കിക്കൊണ്ടിരുന്ന കാര്യം നടക്കുമോ. വല്യമ്മയ്ക്ക് അച്ഛൻ എഴുതുമ്പോൾ പുറകെ പോയി ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞു, ആ സന്യാസിനി എൻ്റെ വല്യമ്മയാണ്, അതുകൊണ്ട് അവർ തമ്മിൽ ഒരിക്കലും കാണത്തില്ല, രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചെയ്തു. അപ്പം ഇത് ആദ്യത്തെ ചിത്രം കണ്ട് വല്യമ്മയോട് പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞു, നന്നായിടാ, നീ എന്നെ മറന്നില്ല, നീ ഇനി എപ്പോൾ പാട്ട് വെച്ചാലും ഈ പാട്ട് പറയണം. അങ്ങനെ പാട്ടിങ്ങനെ പറഞ്ഞു. വല്യമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പാട്ട് പറച്ചിൽ നിർത്തി. സന്യാസിനി മരിച്ചു, ഇനിയിപ്പം ആ പാട്ട് ഞാൻ വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു ഫോൺ എനിക്ക്, ശരത്തെ, സന്യാസിനി മരിച്ചിട്ടില്ല കേട്ടോ, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന്. ആരാന്ന് എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. എന്തു കഷ്ടം എന്ന് പറഞ്ഞു. ആരാന്നറിയില്ലെന്നേ.